ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് അതായത് ലോണ് തിരിച്ചട മുടങ്ങിയാൽ ഭയക്കേണ്ടതില്ല. നിയമത്തിൽ ഇങ്ങനെയാണ് പറയുന്ന കാര്യങ്ങൾ. എന്തൊക്കെ ഈ കാര്യങ്ങളാണ് പറയുന്നത് നിയമത്തിൽ, അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതായത് നമ്മൾ ലോൺ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ലോൺ എടുക്കാത്ത ആളുകൾ വളരെ കുറവാണ്. സാധാരണഗതിയിൽ എല്ലാ ഇതൊന്ന് ബാങ്കുകൾ എല്ലാ ചെറിയ ബാങ്ക് മുതൽ മൊബൈൽ ഫോൺ ആപ്പുകൾ വഴി നമുക്ക് വളരെ സിമ്പിളായിട്ട് ലക്ഷക്കണക്കിന് റുപ്യാണ് പണമായിട്ട് നമുക്ക് ലോൺ കിട്ടുന്നത്. പക്ഷേ ഇത് വ്യക്തിഗത വായ്പകൾക്ക് പുറമെ വാഹന വായ്പ, വിദ്യാഭ്യാസ വായ്പ, ഭവന വായ്പ തുടങ്ങിയ നിരവധി ലോണുകൾ ആണ് ബാങ്കുകൾ നൽകുന്നത്. പക്ഷേ ഒരിക്കലെങ്കിലും ലോണ് തിരിച്ചട മുടങ്ങിപ്പോകാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ ലോൺ എടുക്കുമ്പോൾ ലോണ് തിരിച്ചടവ് അളവിൽ അടവുകൾ മുടങ്ങിപ്പോയാലും ഓരോ ഉപഭോക്താവിനും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങൾ കൂടിയുണ്ട്. അതായത് ലോണ് മുടങ്ങിപ്പോയ റിക്കവറി ഏജൻറ്റുമാർ അതിരാവിലെ തന്നെ വീടിന് മുന്നിൽ എത്താറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വശങ്ങൾ സാധാരണക്കാർക്ക് അറിയാത്ത ലോൺ തിരിച്ചട മുടങ്ങി ഇതിന് റിക്കവറി ഏജൻറ്റ് നിങ്ങളെ ഭയപ്പെടുത്തുകയോ അതുപോലെ തന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി സംസാരിക്കുകയോ ലോണെടുത്ത കാര്യം മറ്റൊരാളെ അറിയിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് സീനാക്കാൻ പറ്റും. അതായത് നിർത്താതെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെ ലോണ് തിരിച്ചടവിൻ്റെ പേരിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഫാൾട്ടാണ്. അവർ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു റിക്കവറി ഏജൻറ്റ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ റിസർവ് ബാങ്ക് മാനദണ്ഡ പ്രകാരം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് റിസർവ് ബാങ്കിൻ്റെ മാനദണ്ഡം പറയുന്നത്. നിങ്ങളുടെ കൈവശത്ത് നിന്ന് പണം കൈപ്പറ്റി അത് ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിൽ അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഈ ഏജൻറ്റുമാർക്ക് ഉള്ളത്. അല്ലാതെ വെറുതെ ഭീഷണിപ്പെടുത്താനോ ഒന്നും അവർക്ക് പറ്റില്ല. ഈ ലോണ് മുടങ്ങിപ്പോയതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തു നിർബന്ധിച്ച് പണം തിരിച്ചടക്കാൻ പറയുകയോ ഇക്കൂട്ടർക്ക് അധികാരമില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഈ റിക്കവറി ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ്. ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനും ജോലി സ്ഥലങ്ങളിൽ മറ്റുള്ളവർ ലോൺ എടുത്ത് വിവരം മറ്റുള്ളവരെങ്ങനെ അറിയിക്കുക, എല്ലാവരെയും നാട്ടുകാരെയൊക്കെ മൊത്തം അറിയിച്ചിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്താ പറയുക, ലോൺ തിരിച്ചടവ് മുടങ്ങിപ്പോയാലും നമ്മളതിന് എത്രയാണോ ഫീ അവർ ഈടാക്കുന്ന പിഴയും ഒക്കെ എത്രയാണ് ഈടാക്കുന്നത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ ആർക്കും അധികാരമില്ല. ഈ ശാരീരികമായി നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് നമുക്ക് പോലീസിൽ പരാതിപ്പെടാം. പിന്നെ ഭാരതീയ ന്യായ് സംഹിത 351 വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമവശത്തിൽ പറയുന്നുണ്ട്. അതേസമയം ലോൺ തിരിച്ചടവ് കൃത്യമായി പാലിക്കേണ്ടത് നമ്മൾ ലോൺ എടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ വായ്പ കൈപ്പറ്റുമ്പോൾ ഒപ്പിട്ട് നൽകുന്ന മാനദണ്ഡവും കൃത്യമായി വായിക്കണം. അതായത് നമ്മൾ ലോണിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒപ്പിടാനൊക്കെ ഉണ്ടാവില്ലേ, കുറേ ഒപ്പുകൾ ഇടേണ്ടി വരും. അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിലൊപ്പിടാൻ. അവർ നമ്മളോട് പറയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒപ്പിടേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.